അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ലാലേട്ടന്റെ ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ കളക്ഷൻ കിട്ടിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പലവരും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ലാലേട്ടന്റെ കുറേ ചിത്രങ്ങളൊക്കെ ഇറങ്ങി വലിയ വലിയ സൂപ്പർ ഹിറ്റ് വിജയങ്ങളൊക്കെ നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ലാലേട്ടന്റെ തിയേറ്ററിലേക്ക് വൻ റിലീസായി എത്തിയതും കൂടാതെ തന്നെ ലോ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചുള്ള ആദ്യ 10 ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഈ ഒരു ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത്. ഒരു ലോ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഫാമിലി എന്റർടൈനർ ചിത്രമായിട്ടുള്ള മുന്തിരി വളികൾ തകർക്കുമ്പോൾ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രമായി ലോ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു. നമ്മുടെ തുടരുമൊക്കെ പോലെ തന്നെ നല്ലൊരു അഭിപ്രായം കിട്ടിയോണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റി വഴി തന്നെ നല്ലൊരു കളക്ഷൻ ഒക്കെ നേടിയെടുത്ത് അന്ന് ഏകദേശം 40 കോടി രൂപ ഈ ഒരു ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ളത് പ്രിയദർശൻ ലാലേട്ടൻ കോംബോയിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രമായിട്ടുള്ള ഒപ്പം എന്ന ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത സമയത്ത് മികച്ച രീതിയിലുള്ള റെസ്പോൺസ് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഏകദേശം ഒരു 48 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രം ഗ്രോസ് കളക്ഷൻ നേടി. അന്ന് ഈ ഒരു ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 8ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ലാലേട്ടന്റെ എക്കാലത്തും വലിയൊരു റിലീസായാലും വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയ മരയ്ക്കാൻ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള പ്രിയദർശനായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് ഏകദേശം 51 കോടി രൂപയാണ് ഫൈനൽ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പലവരും ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റി പറയും അന്ന് ഇതൊക്കെ ചുമ്മാതാണ്, അങ്ങനെ അത്രയും കളക്ഷൻ ഒന്നും ആ ചിത്രത്തിന് എടുക്കാൻ സാധിച്ചില്ലെന്ന്. നിങ്ങൾ നോക്കിക്കുക, ആ ഒരു ചിത്രം തിയേറ്ററിലേക്ക് അത്രയും വലിയ ഹൈപ്പിൽ ബുക്കിങ്ങിലൂടെ തന്നെ ചിത്രം നല്ല രീതിയിലുള്ള കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഭയങ്കര റെക്കോർഡൊക്കെ നേടി എന്ന് പറഞ്ഞ് അവിടെയൊക്കെ തന്നെ ചിത്രം അത്രയും വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയോട്ട് നല്ലൊരു കളക്ഷൻ നേടിയെടുത്ത് ഏകദേശം 51 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രം അന്ന് തിയേറ്ററിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 7ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ലാലേട്ടന്റെ ഒടിയൻ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രമായാലും ലാലേട്ടന്റെ കരിയറിലെ തന്നെ മികച്ചൊരു എക്കാലത്ത് നല്ലൊരു ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ നിന്ന് ഏകദേശം 53 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷനായി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ആ കാലത്ത് വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയോണ്ട് തന്നെ നല്ലൊരു കളക്ഷൻ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത് ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോയിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ദൃശ്യം എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രമാണ് നമ്മുടെ മലയാളത്തിൽ തന്നെ ആദ്യത്തെ 50 കോടി കളക്ട് ചെയ്ത ചിത്രം. ഈ ഒരു ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ ചിത്രം തന്നെയായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് ഫൈനൽ കളക്ഷനായി ഏകദേശം 63 കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിന് അക്കാലത്ത് ഏറ്റവും വലിയൊരു ഹിറ്റും ഏറ്റവും വലിയൊരു കളക്ഷൻ നേടിയെടുത്ത ഒരു ചിത്രം തന്നെയായിരുന്നു ദൃശ്യം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ശേഷമൊക്കെ ദൃശ്യം 2-നൊക്കെ ശേഷം ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോയിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത അടുത്തൊരു ലോ ഹൈപ്പ് ചിത്രമായിരുന്നു നേര് എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത സമയത്ത് വളരെ മികച്ച റെസ്പോൺസ് നേടിയെടുത്തു. ആ സമയത്ത് ഒരു ലാലേട്ടൻ്റെ കിഡിലെ കമ്പാക്ക് വേണ്ട സമയത്തായിരുന്നു ഈ ഒരു ചിത്രം റിലീസിനെത്തി കിഡിലെ കമ്പാക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം അന്ന് ഫൈനൽ കളക്ഷൻ ഏകദേശം 85 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് ലാലേട്ടന്റെ ലൂസിഫർ എന്ന ചിത്രമായിരുന്നു. പൃഥ്വിരാജ് സുകുമാരനായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ഒടിയൻ എന്ന സിനിമയ്ക്കൊക്കെ ശേഷം ഒന്ന് ഡൗൺ ആയി നിന്ന ലാലേട്ടനെ ഒന്ന് ഹൈ ആക്കിയ ഒരു ചിത്രം കൂടിയായിരുന്നു ലൂസിഫർ എന്ന ചിത്രം. ഈ ഒരു ചിത്രം അന്ന് ഫൈനൽ കളക്ഷനായി 129 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് ലാലേട്ടന്റെ രണ്ടാമത്തെ 100 കോടി ചിത്രം എന്ന റെക്കോർഡൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത് ലാലേട്ടന്റെ പുലിമുരുകൻ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രമായിരുന്നു നമ്മുടെ മലയാളത്തിൽ തന്നെ ആദ്യത്തെ 100 കോടി ചിത്രം. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് വൈശാഖ് തന്നെയായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത സമയത്ത് എക്കാലത്തെയും ഏറ്റവും വലിയ തരംഗം തന്നെയായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രം അന്ന് ഫൈനൽ കളക്ഷനായി ഏകദേശം 145 കോടി രൂപയോളം ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് ഈയിടെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ലാലേട്ടൻ തുടരുമെന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം റിലീസിന് മുമ്പ് തന്നെ ആരും പ്രതീക്ഷ കാണത്തില്ല ഇത്രയും വലിയൊരു കളക്ഷനിലോട്ട് എത്തുമെന്ന്. ഈ ഒരു ചിത്രം മികച്ച രീതിയിലുള്ള ഒരു മൗത്ത് പബ്ലിസിറ്റി വഴി തന്നെ ഇപ്പോൾ തന്നെ 227 കോടി രൂപയ്ക്കുള്ള ഗ്രോസ് കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും ചിത്രത്തിന്റെ കളക്ഷൻ ഇൻക്രീസ് ആയി തന്നെ വരുന്നുണ്ട്. ഏകദേശം ഒരു 230 കോടി ക്ലബിലൊക്കെ ഇടം പിടിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേമും ആയിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെ നമ്മുടെ മലയാളത്തിൽ തന്നെ എക്കാലത്തും വലിയൊരു ഹൈപ്പിലും എക്കാലത്തും വലിയ റിലീസിലും തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള എമ്പുരാൻ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഏകദേശം ഫൈനൽ കളക്ഷനായി തിയേറ്ററിൽ നിന്ന് മാത്രം 226 കോടി രൂപയ്ക്ക് അടുത്തോളമായിരുന്നു ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത്. ലാലേട്ടന്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് ഈ ഒരു ചിത്രമാണ്. കൂടാതെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിലും 1ാം സ്ഥാനത്ത് ഈ ഒരു ചിത്രം തന്നെയാണ്. ഈ ചിത്രങ്ങളൊക്കെയാണ് ലാലേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രങ്ങളുടെയൊക്കെ ലിസ്റ്റ്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.